ഹായ് ഫ്രണ്ട്സ്, ലൈവ് അപ്ഡേറ്റ്. ആദ്യം തന്നെ ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തിവെച്ചോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ, ലാലേട്ടൻ വന്ന് അത്രയും വാർണിംഗ് കൊടുത്തിട്ടും എല്ലാവരും വീണ്ടും മേക്കപ്പ് സാധനങ്ങൾ മറ്റുള്ളവരുടെ നിന്ന് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ബിഗ് ബോസ് നിങ്ങളോട് സംസാരിക്കുകയോ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യില്ല. നിങ്ങളെ ഇവിടുത്തെ ഒരു ഗസ്റ്റായിട്ട് മാത്രമേ കാണുകയുള്ളൂ. നിങ്ങളിൽ നിന്നുള്ള ഒരു കോണ്ടൻറ്റും ഞങ്ങൾക്ക് ജിയോക്കോ ഏഷ്യാനെറ്റിനോ ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ വാർണിംഗ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അപ്പോൾ എല്ലാവരും മാപ്പൊക്കെ പറഞ്ഞ് ശരിയാക്കേണ്ട. ആദില നൂറിൻ്റെ കയ്യിൽ നിന്നും നിവിൻ്റെ കയ്യിൽ നിന്നൊക്കെയാണ് എല്ലാവരും ഷെയർ ചെയ്ത് വാങ്ങിയത്. അപ്പോൾ എല്ലാവരും മാപ്പൊക്കെ പറഞ്ഞ് ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ ബിഗ് ബോസ് അത് മാപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് പറയണത് മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ചാണ്. മിഡ് വീക്കിൽ 2 പേര് ഔട്ടാവും. അപ്പോൾ അതിന് 6 പേരെ സെലക്ട് ചെയ്യണം. എല്ലാവരും വന്ന് ഞങ്ങൾ എന്തുകൊണ്ട് ആ 6 പേരിൽ പെടില്ല എന്ന് സംസാരിക്കണം. ആ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ അല്ലാത്ത ആളുകളെ, സാറ്റിസ്ഫൈ ആകാത്ത 6 പേരെ ഒരു ബോർഡ് വന്നിട്ടുണ്ട് ഇതുപോലത്തെ, അതിൽ ഇൻറ്റു ചെയ്യണം. നിങ്ങളുടെ മുഖമുള്ള ഇതിൽ പേരുകളുണ്ട്, അതിൽ 6 പേരെ സെലക്ട് ചെയ്യണം. ഒരാൾ 6 പേരെ തന്നെ സെലക്ട് ചെയ്യണം. അങ്ങനെയായിരുന്നു ഈ നോമിനേഷൻ നടന്നത്. അങ്ങനെ എല്ലാവരും വന്ന് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇനി എല്ലാവരും 6 പേരെ സെലക്ട് ചെയ്യണം. അങ്ങനെയാണ്. അതിൽ ഫസ്റ്റ് വന്നത് അനീഷാണ്. അനീഷിന് സെലക്ട് ചെയ്തത് ഷാരിക, ശൈത്യ, ബിൻസി, ശരത്ത്, ആദില, അന്നൂറ, അനുമോൾ. പിന്നീട് അബി സെലക്ട് ചെയ്തത്, അബി ക്രോസ് മാർക്ക് ഇട്ടത് സരിക, രേണു, ഷാരിക, രന, ഫാത്തിമ, ശൈത്യ, ഓണിയലാണ്. പിന്നീട് ഓണിയൽ വന്നത് ഷാരിക, അബി, രേണു, അനീഷ്, സരിക, രന, ഫാത്തിമയാണ്. പിന്നെ വന്നത് ഷാനവാസ് സെലക്ട് ചെയ്തത് അബി, ആര്യൻ, ബിൻസി, ജിസേൽ, അനീഷ്, ശരത്താണ്. പിന്നെ സരിക വന്നു. സരിക, അബി, അനീഷ്, ജിസേൽ, അനുമോൾ, ഓണിയൽ, ആദില, അന്നൂറ. പിന്നെ വന്നത് ശൈത്യയാണ്. ശൈത്യ, രേണു, അനീഷ്, രന, സരിക, ജിസേൽ, അഭിലാഷ് എന്നിവരെയാണ്. പിന്നെ അനുമോൾ വന്നത് ഷാരിക, സരിക, രേണു, ബിന്നി, രന ആൻഡ് അനീഷ്. പിന്നെ ബിൻസി വന്നിട്ട് ഷാരിക, രേണു, ഓണിയൽ, ജിസേൽ, അനീഷ്, രന, ഫാത്തിമ. പിന്നീട് നിവീൻ, ഓണിയൽ, അനീഷ്, രന, ഫാത്തിമ, രേണു, അനുമോൾ, ആര്യൻ. പിന്നീട് രന, അബി, രേണു, ഓണിയൽ, അനു, ശൈത്യ, ബിൻസി എന്നിവരെയും. ബിന്നി, രേണു, ഓണിയൽ, അനീഷ്, അനുമോൾ, രന, ഫാത്തിമ, ശൈത്യ. പിന്നെ രേണു വന്നു. ബിന്നി, ജിസേൽ, രന, ശൈത്യ, അബി, അനീഷ് എന്നിവരെയും. ഷാരിക വന്നിട്ട് സരിക, അനീഷ്, രേണു, ഓണിയൽ, അബി, അനു. അടുത്തത് വന്നത് ആദില, അന്നൂറ. അവർ സെലക്ട് ചെയ്തത് സരിക, ഓണിയൽ, ജിസേൽ, അനീഷ്, ബിന്നി, ശൈത്യ എന്നിവരെയും. ശരത്ത് വന്നിട്ട് അനീഷ്, ഷരിക, ഓണിയൽ, രേണു, രന, ഫാത്തിമ, ആര്യൻ എന്നിവരെയും. അക്ബർ വന്നിട്ട് ഷാരിക, അനീഷ്, ഓണിയൽ, അനുമോൾ, ഷരിക, രേണു. പിന്നീട് ജിസേൽ വന്നിട്ട് ഷാരിക, രേണു, ബിൻസി, അനീഷ്, ശൈത്യ, സരിക എന്നിവരെയും. ആര്യൻ വന്ന് നിവിൻ, ഷരിക, ശരത്, അനീഷ്, ഓണിയൽ, ബിന്നി എന്നിവരെയും സെലക്ട് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് നോമിനേറ്റ് ആയിരിക്കുന്നത് 6 പേര് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഷാരിക, അനീഷ്, രേണു, ഓണിയൽ, സരിക, രന, ഫാത്തിമ. ഈ 6 പേരാണ് മിഡ് വീക്കിലേക്ക് ഇവിടെ നോമിനേറ്റ് ആയിരിക്കുന്നത്. പിന്നെ ഇതിൽ ഷാനവാസിനെ, അക്ബറിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി നോമിനേഷനിൽ ഉള്ളത് കൊണ്ട് അവരുടെ 2 പേർക്കും സംസാരിക്കാനോ നോമിനേറ്റ് ചെയ്യാനോ പറ്റില്ലായിരുന്നു. പക്ഷേ അവർക്ക് സെലക്ട് ചെയ്യായിരുന്നു 6 പേരിനെ. അതിനുശേഷം ഇപ്പോൾ ലൈവിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇനി വീക്കിലി നോമിനേഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവിൽ. അപ്പോൾ ഈ 6 പേരല്ലാത്ത ബാക്കി എല്ലാവരുടെയും ഇനി വീക്ക്ലി നോമിനേഷനിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും ഈ വീക്കിൽ ഫുൾ ഹൗസ് മേറ്റ്സും ചിലപ്പോൾ നോമിനേഷനിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ്സിനെയും എല്ലാവരിനേക്കും നോക്കി വോട്ട് ചെയ്യുക. താങ്ക് യു. ഇനിയും ഇതുപോലെ ലൈവ് അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ഓണാക്കി വെക്കുക. Thank you so much for watching.